മഗ്രിബായാൽ കുട്ടികളെ പുറത്തിറക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ വല്ല ഹദീസും വന്നിട്ടുണ്ടോ? നമുക്ക് കാണാൻ സാധിക്കും ചില ഹദീസുകൾ. മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന ജുൻഹുൽ ലൈലി, അഥവാ രാത്രി ആരംഭിക്കുന്ന സൂര്യന്റെ അസ്തമന സമയം, സൂര്യ അസ്തമിച്ച് രാത്രിയുടെ ശോഭ അല്ലെങ്കിൽ സൂര്യന്റെ അസ്തമന ശോഭ നിൽക്കുന്ന ആ സമയം, ആ സമയത്ത് ഔ അംസൈത്തും അല്ലെങ്കിൽ വൈകുന്നേരമായാൽ, സൂര്യ അസ്തമിക്കുന്ന സമയമായാൽ, ഫകുഫു സിബിയാനക്കും, നിങ്ങൾ കുട്ടികളെ വീട്ടിൽ നിന്ന് ആ നേരത്ത് നിങ്ങൾ പുറത്തിറക്കരുത്. ഫഇന്ന ശൈത്വാന യൻതശിറു ഹീനഇദിൻ, അത് പിശാചുക്കൾ വിരാജിക്കുന്ന സമയമാണ്. പിശാചുക്കൾ അവര് എന്താ പറയാ, അവർ പരന്നു നടക്കുന്ന സമയമാണ്. ഫഇന്ന ശൈത്വാന യൻതശിറു ഹീനഇദിൻ, പിശാചുക്കൾ വ്യാപിക്കുന്ന സമയമാണ്. ഫഇദാ ദഹബ സഅതും മിനൽ ലൈലി, ആ ഒരു അല്പസമയം, അവിടെ അതിന്റെ ആ രാത്രിയാകുന്നത് വരേക്കുള്ള സമയം, ആ ശോഭൊക്കെ മാഞ്ഞ് ഒരു നേരം ഇരുട്ടി രാത്രിയാകുന്നത് വരേക്കുള്ള സമയം നിങ്ങൾ അവരെ പുറത്ത് ഇറക്കരുത്. ഫൈദാ ദഹബ സഅതുൻ മിനൽ ലൈലി, ആ രാത്രിയുടെ തുടക്ക സമയം അവസാനിച്ചാൽ ഫഖല്ലൂഹും, കുട്ടികൾ അവർ പുറത്തിറങ്ങുന്നുവെങ്കിൽ അതിലെന്തില്ല, അതിൽ പ്രശ്നമില്ല. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. അപ്പം ഈ സന്ധ്യാസമയം, അതായത് സൂര്യൻ അസ്തമിക്കുന്ന സന്ധ്യാസമയത്ത് കുട്ടികളെ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് വിടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല അതാണ് ലാ തുർസിലു ഫവാഷിയക്കും, അഥവാ നിങ്ങളുടെ കന്നുകാലികളെയും മറ്റും നിങ്ങൾ പുറത്തേക്ക് അഴിച്ചുവിടരുത്. ഏത് സമയത്ത്? ഈ സന്ധ്യാസമയത്ത്. വസുബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെയും. ഇദാ ഗാബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചാൽ, ഹത്താ തദ്ബഹ ഫഹമത്തുൽ ഇശാ, ആ ഇശാന്റെ ഒരു എന്താ പറയാ, ആ രാത്രിയുടെ അല്പസമയം കഴിഞ്ഞ് നേരം ഒന്ന് ഇരുട്ടി ആ രാത്രിയിലേക്ക് മധ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് വരെ നിങ്ങൾ കുട്ടികളെ പുറത്ത് ഇറക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഫഇന്ന ശയാതീന തൻബഇസു ഇദാ ഗാബത്തി ശംസു, കാരണം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, അസ്തമിച്ചാൽ പിശാചുക്കൾ അവർ വ്യാപിക്കുന്ന സമയമാണ്. അപ്പൊ ഏതെല്ലാം അർത്ഥത്തിലാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഉപദ്രവം ഉണ്ടാവുക, അല്ലാഹു ആലം, നമുക്കറിയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന ഇത്തരം ഗൈബിയായ കാര്യങ്ങൾ അതേപോലെ എന്ത് ചെയ്യുക, വിശ്വസിക്കുക, മനസ്സിലാക്കുക. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ്